ഈ വീട്ടിലേക്ക് പോവുകയും ഇവരെ കാണുകയും ചെയ്യരുത് എന്നുള്ളൊരു ഉടമ്പടിയിൽ ഇയാളെ താക്കീത് നൽകി വിട്ടയക്കുന്നു. ശേഷം 6 മാസത്തോളം മാറി നിന്ന ശേഷം ഇയാൾ കുട്ടികളെ കാണാനെന്ന് പറഞ്ഞാണ് വീണ്ടും ഈ വീട്ടിലേക്ക് വരവ് പോക്ക് തുടങ്ങിയത്. അങ്ങനെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് ഇയാൾ പഴയതെല്ലാം മറന്ന് അവിടെ കൂടുന്നു. അങ്ങനെ കൂടിയതിന് ശേഷമാണ് വീണ്ടും ആ വീട്ടിൽ തർക്കങ്ങൾ പതിവാകുകയും ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ധാരാളമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഭർത്താവിൽ നിന്ന് നേരിടുന്ന ഗാർഹിക പീഡനങ്ങളല്ലാതെ ഇത്തരത്തിൽ സംശയരോഗം മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ ഭാര്യയിൽ നിന്ന് ബന്ധം വേർപെടുത്തിയതിന് ശേഷം വന്ന് കയറിക്കൂടുന്ന ബന്ധങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് തൃശ്ശൂർ ജില്ലയിലെ പടിയൂരിൽ ഒരു അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അയാൾ പ്രേംകുമാർ എന്ന ഒരു കോട്ടയം ഇത്തിത്താനം സ്വദേശിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്നു. നേരെ തൃശ്ശൂരിൽ പടിയൂരിലെത്തി രണ്ടാമതൊരു ബന്ധമുണ്ടാക്കി ആ വീട്ടിൽ താമസിച്ച് വരുന്നതിനിടെ ആ പ്രായമായ മാതാവിനെയും ആ ഒരു സ്ത്രീയെ, രേഖ എന്നാണ് ആ സ്ത്രീയുടെ പേര്, മണി എന്നാണ് അമ്മയുടെ പേര്, അപ്പോൾ ഇരുവരെയും കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ ഒളിവിൽ പോയി ഇയാൾ ഉത്തരേന്ത്യയിലെ ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞയിടെയാണ് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്.